ജനാധിപത്യ വ്യവസ്ഥ ഉള്ള ഇടങ്ങളിലൊക്കെ അധികാര കൈമാറ്റം സാധാരണയാണ്. ഓരോ പുതിയ അധികാരിയും പുതിയ പദവിയിലെത്തുമ്പോൾ വാഗ്ദാനങ്ങളും അത് കേൾക്കുന്നവർക്ക് പുതിയ പ്രതീക്ഷയും ഉണ്ടാകുന്നു. എന്നിരുന്നാലും പുതിയ ഭരണാധികാരികൾക്ക് അതിനു മുമ്പുണ്ടായിരുന്ന ഭരണാധികാരികൾ ചെയ്ത എല്ലാ കാര്യങ്ങളും മാറ്റുവാൻ സാധിക്കില്ല. മുമ്പുണ്ടായിരുന്നവർ ചെയ്ത പല കാര്യങ്ങളും പുതിയ ഭരണാധികാരിക്ക് തുടരേണ്ടി വരും. എന്നാൽ ബൈബിളിൻ്റെ അവസാനത്തെ പുസ്തകത്തിൽ ഒരു അധികാര കൈമാറ്റത്തെക്കുറിച്ച് പറയുന്നു. അവിടെ സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ ദൈവമാണ്. വെളിപ്പാട് പുസ്തകം 21 അധ്യായത്തിൻ്റെ 5 ഇങ്ങനെ വായിക്കുന്നു: ഇനി മരണമുണ്ടാകില്ല, ദുഃഖവും മുറവിളിയും കഷ്ടതയും ഇനി ഉണ്ടാകില്ല. ഒന്നാമത്തേത് കഴിഞ്ഞുപോയി. സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ ഇതാ ഞാൻ സകലവും പുതുതാക്കുന്നു എന്ന് അരുളി ചെയ്തു. എഴുതുക, ഈ വചനം വിശ്വാസയോഗ്യവും സത്യവുമാകുന്നു എന്നും അവൻ കൽപ്പിച്ചു. എല്ലാ ഭരണാധികാരികളും വാഗ്ദാനങ്ങൾ നൽകാറുണ്ട്. എന്നാൽ ഈ ഭരണാധികാരി നൽകുന്ന വാഗ്ദാനം ഇനി മരണമുണ്ടാകില്ല എന്നാണ്. അത് പറയാൻ മനുഷ്യനായ ഒരു ഭരണാധികാരിക്കും സാധ്യമല്ല. മരണം മാത്രമല്ല, ദുഃഖവും മുറവിളിയും കഷ്ടതയും ഇനി ഉണ്ടാവുകയില്ല എന്നും പറഞ്ഞിരിക്കുന്നു. ഇങ്ങനെയാണ് ദൈവം ഒരു ഭരണാധികാരിയായി വരുമ്പോൾ ഈ ഭൂമിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ. ഈ ലോകത്തിലെ ഭരണാധികാരികൾ അവർ ആളുകൾക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളിലും അവരുടെ നാടിനു വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളിലും ചില വ്യത്യാസങ്ങൾ വരുത്തുന്നു. എന്നാൽ ദൈവം ഭരണാധികാരിയായി വരുമ്പോൾ ആളുകൾ ജീവിക്കുന്ന ഭൂമിക്കും ആളുകൾക്കും വ്യത്യാസം വരുത്തുന്നു. അവരുടെ സാഹചര്യങ്ങൾക്കും മാറ്റമുണ്ടാകുന്നു. ഈ വാഗ്ദത്തങ്ങൾ വിശ്വസനീയമാണ് എന്നതിൻ്റെ ഉറപ്പായി അത് എഴുതി വയ്ക്കുവാനും പറയുന്നു. മനുഷ്യർ ഭരണാധികാരികളായി വരുമ്പോൾ എത്ര നല്ല വാഗ്ദത്തങ്ങൾ നൽകിയാലും അവയെല്ലാം ഒന്നും പാലിക്കാൻ അവർക്ക് സാധിക്കില്ല. എന്നാൽ ദൈവം ഭരണാധികാരിയായി വരുമ്പോൾ താൻ ചെയ്ത ഓരോ വാഗ്ദത്തങ്ങളും കൃത്യമായി പാലിക്കപ്പെടും. ഒരു ഭരണാധികാരിക്കും ഇതുവരെ കഴിയാതിരുന്ന കാര്യങ്ങൾ നടപ്പാക്കാനും ദൈവത്തിന് സാധിക്കും. എന്നാൽ ദൈവം സ്ഥാപിക്കുന്ന ആ രാജ്യത്തിലേക്കുള്ള പ്രവേശനം ഇപ്പോൾ ദൈവരാജ്യത്തിന് അവകാശികളായി തീർന്നവർക്ക് മാത്രമുള്ളതാണ്. ദൈവം രാജാവായി കഴിഞ്ഞ് ആ രാജ്യത്തിലെ പൗരനായി മാറാം എന്ന് ചിന്തിക്കരുത്. ഭരണം കിട്ടിക്കഴിഞ്ഞ് അനേകർ ഭരണാധികാരിയുടെ പക്ഷം ചേരും. എന്നാൽ ദൈവത്തിൻ്റെ രാജ്യത്തിൻ്റെ അംഗങ്ങളായവർക്ക് വേണ്ടിയാണ് ദൈവം ഭരണാധികാരിയായി വരുന്നത്. അതുകൊണ്ട് ഇന്ന് തന്നെ ദൈവരാജ്യത്തിൻ്റെ അംഗമാണ് എന്ന കാര്യം ഉറപ്പുവരുത്തണം. ഞങ്ങളെ വിളിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ 0988221957 എന്ന നമ്പർ ഉപയോഗിക്കുക. എല്ലാ ബുധനാഴ്ചകളിലും വെള്ളിയാഴ്ചയും രാവിലെ 11 മുതൽ 12 മണി വരെയുള്ള സമയം ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയ്ക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 079960010203.